അമ്മയെ പെട്ടെന്ന് കേക്ക് എടുത്ത് വെച്ചേക്കുന്ന അമ്മ തുണിവാങ്ങാൻ പോയതാ. അതെ, പെട്ടെന്ന് ആദ്യക്കൂട്ടം സമ്മതിക്കുന്നുമില്ല. ആദ്യക്കൂട്ടം കേക്ക് ചുമല്ല രീതിയിൽ മടുത്ത് കേട്ടോ. നോക്കി പാവത്തെ എല്ലാവർക്കും മുറിച്ചു കൊടുക്കാം. നിക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ നമ്മള് കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞല്ലേ? അതെ, കുറെ നേരം കാത്തിരുന്ന് അമ്മ വരാൻ വേണ്ടി കാത്തിരുന്ന് കൊച്ചു മടുത്ത്. അമ്മ തരാം. കവർ കഴിക്കുന്നത് കേട്ടോ. ആ, എന്തോ ഉണ്ട്, സാധനം ഉണ്ടെന്നേ. എല്ലാരും ആവശ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. വാ, ഉണ്ടോ? അതിന്റെ വേറെ വെറൈറ്റി സാധനം വരും അല്ലേ? ദാണ്ടെ അങ്ങനെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് അവരിതാ പോവുകയായി കേട്ടോ. ഓഹോ, ആദ്യക്കുട്ടൻ ദാണ്ടെ, ആദ്യക്കുട്ടൻ ഉടുപ്പ് നേരിട്ട് ആദ്യക്കുട്ടൻ ഒന്നും മനസ്സിലായിട്ടില്ല. ആ കുട്ടിയെ കൊണ്ട് കുറുക്ക് കൊടുക്കാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് വഴിയിലോട്ട് പോയിരിക്കുന്നതാണ് കേട്ടോ. ഒരാൾ മുന്നേ പോയി വണ്ടിയും കൊണ്ട്, അത് പാല് മേടിക്കാൻ പോയിക്കുവാന്ന് പറഞ്ഞു പോയതാണ്. അല്ലേ നമ്മുടെ ആദ്യക്കുട്ടൻ? ഇങ്ങോട്ട് വാ. എടാ ഇവിടെ വാ. അല്ല, നാന്നും വരാതെ മതി, വിട്ടു പോയി കേട്ടോ. അടുത്താണ് നാനും വരാം. അതേ പോന്നു, നാന്നും വരാം. എന്റെ പൊന്നോ. ചെരുപ്പ് ഊരിപ്പോയി. വെറുതെയാ, കൊണ്ടുപോകേണ്ടതായിട്ട് വരുമെന്ന് കേട്ടോ. അല്ല, കേട്ടിട്ട് പിന്നെ ഞാനും വരാതെ അങ്ങനെ പോന്നു. ഇവിടെ വരവുകാരേ ഉള്ളു മൊത്തം. ഭാഗത്ത് കയറിയിരിക്കുക. അപ്പം ഞങ്ങൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്ന് അവർ തിരിച്ചു പോകട്ടെ. സർപ്രൈസ് ആയിട്ട് അവർ വന്നിട്ട് തിരിച്ചു പോവാണ്. പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. അവളുടെ കാലിനകത്ത് വല്ല കല്ലും കയറി കാണും. ഒന്ന് നോക്കിയടി. ബാധിക്കൂട്ട പോടാ. ഹൗസേ ഹായ്. സോപ്പ് പോലെയുള്ള സാധനം എടുക്കാൻ വേണ്ടി കോമള വിടുന്നൊരു സാധനം ഉണ്ട്. അതെടുക്കാനായിട്ട് ആദ്യക്കൂട്ടം പോകുന്ന ഭാഗമാണ് കേട്ടോ. പാവത്തിനെ പറ്റിച്ച് ചതിക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ചതിയല്ലേ? പോയിട്ട് വരുമ്പോൾ ആട് കിടക്കുന്നിടത്ത് പൂട പോലും ഇല്ലെന്ന് പറയുന്നത് പാവം. നിൽക്കി വിട്ടോ. വിട്ടോ സ്ഥലം വിട്ടോ. ഓടിക്കോ, സ്ഥലം കലയിക്കോ. ഓടിക്കോ. ദേ രണ്ടുപേര് പറക്കുന്നു കേട്ടോ. അയ്യോ പാവം, ഇപ്പം പാഞ്ഞു വരും. ദൈവമേ, അവരങ്ങ് ചെന്നു. ദൈവം ഓടുന്ന ഓട്ടം നോക്കി. ആദ്യക്കുട്ടനെ പേടിച്ച് ഓടുന്നതാണ്. ആ കുട്ടി തെറിക്കുക അവിടെ നോളായിരുന്നുണ്ട്, കുതിരപ്പുറത്തിരിക്കുന്ന പോലെ. അതാ പറഞ്ഞേ, അവരങ്ങ് വഴി ചെന്നു കേട്ടോ. പോന്നു. അയ്യോ പാവം. ആദ്യക്കുട്ടൻ ഇതുവരെ എന്തായാലും വന്നിട്ടില്ല. ആദ്യക്കുട്ടൻ അയ്യോ വാവേന്നും പറഞ്ഞ് ഇപ്പോൾ വരും. ഇറങ്ങി വരുമ്പോൾ ആട് കിടന്നിടത്ത് പൂട പോലെ. നമുക്കും അതോട്ട് കയറി പോവാം, അതായിരിക്കും നല്ലത്. ഇതെന്നാ പരിപാടി ഇവിടെ? കൊമള വിടാൻ പോവാ? കൊമള വിടാൻ പോകുന്നു ആദ്യക്കുട്ടൻ. പുറത്ത് പോവാ? സൂക്ഷിക്കണേ. പയ്യെ പോ. അമ്മ പിടിച്ചു അത് വെച്ച്. അയ്യോ സൂക്ഷിച്ച്. കൊമള വിട്ടോ. ചെരുപ്പൊന്നും ഇവിടെ ഇട്ടേ പറപ്പച്ചേ. നോക്കട്ടെ. എവിടെയെങ്കിലും വെക്കോ കൊച്ച്. പിള്ളേർക്ക് ഇങ്ങനെ ബുദ്ധി കൊടുത്തേക്കുന്നതുകൊണ്ട് അല്ലേ പെട്ടുപോയില്ലേ നമ്മള്? ഇല്ല ആയിക്കോട്ടെ. അത് കഴിഞ്ഞപ്പോഴേ പരിപാടി കഴിഞ്ഞു, മറന്നു. നിമിഷം നേരം കൊണ്ട് കാര്യം. സൂപ്പർ. എന്റെ പൊന്നെ, എന്ത് കൊമളയാണോ ആദിക്കുട്ടാ.
അടിപൊളിയാന്നല്ലേ? സൂപ്പർ സൂപ്പർ. ഓ എന്റെ എൻ്റെ അന്നൂട്ടി പോന്നു. അതെ അതെ ദേ പോന്നു, മൊത്തം കോമളയാ. അങ്ങനെ ആദ്യക്കൂട്ടം മറന്നു പോയിരിക്കുന്നു. നിന്റെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ബർത്ത്ഡേ സൂപ്പറായിരുന്നു. അതെ, രാവിലെ ആരും അറിയാത്ത ബർത്ത്ഡേ എന്നൊക്കെ ആരും വിഷ് ചെയ്യാത്ത എന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ് സങ്കടപൂർവ്വം ഒരു കമന്റ് ഒക്കെ ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എന്റെ ബർത്ത്ഡേ ആരും വിഷ് ചെയ്തില്ല, എല്ലാവരും മറന്നുപോയി. ലാസ്റ്റ് നമ്മയുടെ മകളുടെ ഭാര്യ ആന്റി വിളിച്ചിട്ട് വിഷ് ചെയ്തപ്പോഴാണ് ഇവിടെ ഇന്ന് ബർത്ത്ഡേ ആണോ എന്ന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ആവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. 12 മണിയായി ആരും എന്നെ വിഷ് ചെയ്തില്ല, രാവിലെ 8 മണിയായി ആരും എന്നെ വിഷ് ചെയ്തില്ല. 8:30 ആന്റി കറക്റ്റ് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ആന്റി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുമ്പോ കുറച്ച് കഴിയുമ്പോ അവര് വിളിച്ചു, പെണ്ണൊക്കെ വിളിച്ചു. അവര് വിളിച്ചെങ്കിലും അവര് വിഷ് ചെയ്തതിന് മുന്നേ ആര് വിഷ് ചെയ്തോ? ഇല്ല, ആര് വിഷ് ചെയ്തു? വിളിച്ചപ്പോഴാണ് ഇച്ചായൻ അയ്യോ ഇന്നെന്തോ വിശേഷമുണ്ട്, ബർത്ത്ഡേ ആണ് മനസ്സിലാവുന്നതും ഇച്ചായൻ വിഷ് ചെയ്തത്. ഇച്ചായന് പകുതി ഡേറ്റുകൾ ഓർമ്മയില്ല. ഞാൻ ഓർക്കായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിഷ് ചെയ്തില്ലെന്ന് പറഞ്ഞ കാറാതെ നിന്ന് കഴിഞ്ഞാ ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. തലേദിവസം ഞാൻ ചോദിച്ചിട്ട് ഇന്നാണോ നാളെയാണോ ഇന്ന് ബർത്ത്ഡേ? നാളെ അല്ല, എനിക്കറിയില്ല, എന്റെ മെമ്മറി നിൽക്കത്തില്ല. ഇനിയിപ്പോ അടുത്ത കൊല്ലം ഞാൻ മറന്നു പോകും. എനിക്ക് എന്റെ മെമ്മറി എങ്ങനെയാ, എന്റെ ഓർമ്മയിൽ അങ്ങനെ നിൽക്കുന്നില്ല. എനിക്കിപ്പോ പറ്റുന്നില്ല, മെമ്മറി സൂക്ഷിക്കാൻ വലിയ പാടാ. അത് കഴിഞ്ഞപ്പോ അവര് വിളിച്ച് വിഷ് ചെയ്തു. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് മമ്മി വിളിച്ചു, ഇവിടുന്ന് മമ്മി വിഷ് ചെയ്തു, എല്ലാരും വിഷ് ചെയ്തു. മൊത്തത്തിൽ വിഷ് ചെയ്യലായിരുന്നു. അവര് സർപ്രൈസ് ആയിട്ട് അവര് അതെ കേക്കും കിട്ടി, ഒരു ഉടുപ്പും കിട്ടി. സന്തോഷായി ഗോപിയേട്ടാ, സന്തോഷായി. കൊറേ നാള് കൂടിയാണ് കേക്ക് മുറിക്കുന്നത് അല്ലേ? അതെ 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 അതെ, നിന്റെ ബർത്ത്ഡേ, എന്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നത് കൊറേ നാള് കൂടിയാണ് ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. അത് എന്തായാലും കേക്ക് എന്തായാലും എന്തോ കോമള വിട്ടത് കാണിക്കാൻ വേണ്ടി കേക്ക് എന്തായാലും ഫിനിഷ് ആയിട്ടുണ്ട്. ഒരു ഇച്ചിരി ഉണ്ട് ബാക്കി. അത് എത്ര അടിച്ച് തീർത്തല്ലേ എല്ലാരും കൂടെ? 1 കിലോ കേക്ക് ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഭയങ്കര പോളിങ്. അതെ അതെ അതെ, സന്തോഷമായി. മമ്മി മാത്രമേ കേക്ക് കഴിക്കാത്തുള്ളൂ. പിന്നെ മമ്മി മാത്രമേ കേക്ക് കഴിക്കാത്തുള്ളൂ. മമ്മി കഴിക്കത്തില്ല. പിന്നെ ഇന്നലെ തൊട്ട് ഒരു സിനിമ കാണിക്കാൻ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ആശിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി കൈവേദന കാരണം എനിക്ക് കൈയിലെ വേദന ഭയങ്കരമായിട്ട് കൂടുതലായി. ഇന്നലെ രാത്രിയിൽ ഒരുപോലെ കണ്ണടച്ചില്ല, കിടന്നുറങ്ങിയില്ല. വേദന കൊണ്ട് നിലവിളിക്കായിരുന്നു ഞാൻ കിടന്നുകൊണ്ട്. ഇന്ന് ഒരിടത്തും പോകാനൊന്നും പറ്റിയില്ല. അല്ലേ ഞാനിന്ന് സിനിമ കാണാനൊക്കെ കൊണ്ടുപോകാന്നൊക്കെ ഉള്ളവർ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ വണ്ടി ഓടിക്കാനും പറ്റത്തില്ല. ഇപ്പൊ ജസ്റ്റ് കേക്ക് കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്തു. നീ വാഴ എത്ര നല്ലതിനെ കാണിക്കും. എത്ര വാഴ എന്നെ കാണിക്കണ്ടേ? വേണമെന്ന് വെച്ചാൽ അടക്കും ഇതൊക്കെ. വേണമെന്ന് വെക്കാത്തോണ്ടല്ലേ. അത്രയും കൂടെ വേണമെന്ന് വെച്ചില്ല. പിന്നെ ഭയങ്കര ചുമയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് മൂടുമില്ല. ഭയങ്കര കൈവേദന കൊണ്ട് ഐസോലേഷനില്ലേ, വേദന കൂടിയിട്ട് കൈവേദന, ജലദോഷം, ചുമ, കഫക്കെട്ട്. എനിക്കായാലും ജലദോഷം, ചുമയും കഫക്കെട്ടുമാണ്. പിള്ളേർക്കും ഉണ്ട്. അപ്പൊ പിള്ളേർക്കൊക്കെ പോയി ആ AC ക്കകത്തിരുന്ന് ഇനിയും കൊണ്ടുവല്ലോ എന്നൊക്കെ ഓർക്കുമ്പോ അവിടെ AC, നമ്മുടെ വീട്ടില് AC, ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര വീട്ടിലെ AC ചൂട്, വീട്ടിലെ ചൂടും തിയേറ്ററിലെ ACയും കൂടെ ആകുമ്പോൾ. അതെ അതെ അതെ. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ എല്ലാവർക്കും ബൈ. See you. Bye. ആദ്യക്കൊണ്ടില്ലേടാ? അതെ അതെ. എന്തോ അമ്മേ, എന്റെ ക്യാമറ കൊറേ നാളായി ഇതില് ബാറ്ററി ഇട്ട് കൊടുക്കാതിരിക്കുകയായിരുന്നു. ഇപ്പൊ എന്തായാലും അതിന് ഉപകാരം ഉണ്ടായി. അതെ അതെ അതെ. അപ്പൊ ഓക്കെ ബൈ. അവര് പോയ മറ്റേ സംഭവം എല്ലാം മറന്നു പോയി കേട്ടോ അവൻ. അതെ അതെ ഓക്കെ. ആദ്യം കൊമള വിട്. അപ്പൊ ഗൈസ് ഓക്കെ ബൈ ബൈ. ഒരു കുമ്പള ബൈ കൊടുക്കടാ. നീ ഒരു കുമ്പള ബൈ. കുമ്പള ബൈ ബൈ.